അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മൾ ഈ വർഷത്തെ ഒന്നാമത്തെ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നലെ സൂചിപ്പിച്ചതിൻ്റെ ചില തുടർച്ചയായിക്കൊണ്ട് ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു മുസ്ലിം അവൻ്റെ നോമ്പിൽ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട നിയ്യത്തിനെ കുറിച്ച് ഇന്നലെ നാം സംസാരിച്ചു. ഇന്നത്തെ വിഷയത്തിൽ അതേ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ പ്രാധാന്യത്തോടുകൂടി മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത വലിയ മുഅക്കദായ ഒരു സാധ്യതയുണ്ട് എങ്കിൽ ഒഴിവാക്കാൻ പാടില്ലെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച രൂപത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. അത് മറ്റൊന്നുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ് സഹൂരി ബറക. ഓ മുസ്ലിമേ, ഓ മുസ്ലിമത്തായ പെണ്ണെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പെടുക്കുമ്പോൾ നിങ്ങൾ അത്തായം കഴിക്കൂ. തസഹറു, നിങ്ങൾ അത്തായം കഴിക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലാത്തൊരു വാചകമാണത്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ സൂചിപ്പിച്ചത്? ഫഇന്ന ഫിസ് സഹൂരി ബറക, തീർച്ചയായും ഈ സഹൂറിൽ, അത്താഴത്തിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ട്, പടച്ച റബ്ബിൻ്റെ ബറക്കത്തുണ്ട്. അത്തായം കഴിച്ചുകൊണ്ടായിരിക്കണം ഒരു മുസൽമാൻ അവൻ്റെ നോമ്പിന് തുടക്കം കുറിക്കേണ്ടത്. നല്ല നെയ്യത്തോടുകൂടി അവൻ തലേ ദിവസം തന്നെ ഒരുങ്ങി സുബഹിക്ക് മുമ്പ് തയ്യാറായി, എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചതുപോലെ ഭക്ഷണം എടുത്തു വെച്ച് അതിൻ്റെ എല്ലാ സുന്നത്തുകളെയും പരിഗണിച്ചുകൊണ്ട് അവൻ ഭക്ഷണം എടുത്ത് അവൻ്റെ വായിൽ വെക്കുമ്പോൾ അവൻ്റെ ഭക്ഷണത്തിൽ പടച്ച റബ്ബ് അവന് ബറക്കത്ത് ചൊരിയുക മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഒരു ഭാഗത്ത് ലഭിക്കുമ്പോൾ തന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അത്താഴം ഒഴിവാക്കരുത്. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിൽ കാണുവാൻ സാധിക്കും, ഇന്ന ഫസ്ല മാ ബൈന സുയാമിന വസിയാമി അഹ്ലിൽ കിതാബി അക്ലത്തുസ് സഹർ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, തീർച്ചയായും നമുക്കും അതുപോലെ തന്നെ അഹ്ലു കിതാബുകാർക്കും ഇടയിലുള്ള നോമ്പിൻ്റെ ഇടയിലുള്ള വ്യത്യാസം എന്നുള്ളത് അത് അക്ലത്തുസ് സഹർ, അത് തീർച്ചയായും ഈ അത്താഴം കഴിക്കുന്നതാണ്. അഥവാ അഹ്ലു കിതാബിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിഷയത്തിലും അവർ ഈ മുസ്ലിം സമൂഹത്തിൻ്റെ വിഭിന്നമായ പ്രവർത്തന പാതയിലാണ് മുന്നോട്ട് പോകുന്നത്. പലതും തെറ്റിപ്പോയതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിൽ കാണുവാൻ സാധിക്കുന്നത് പോലെ വ്യത്യസ്തമായ റൂട്ടുകൾ പിഴച്ചു പോയവരിൽ അതിൽപ്പെട്ട ഒരു ചെറിയൊരു ഭാഗമാണ് ഈ അത്താഴത്തിൻ്റെ വിഷയവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അവർക്കെതിരിൽ നമ്മൾ മാറേണ്ടതുണ്ട്. ഇബാദത്തിൻ്റെ വിഷയത്തിൽ അവരിൽ നിന്ന് വിഭിന്നമാകേണ്ടതുണ്ട്. അത്താഴത്തിൻ്റെ സമയം എന്നുള്ളത് അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മീഡിയം ലെവലിലുള്ള ഒരു ഏകദേശ ദൈർഘ്യമുള്ള 50 ആയത്തുകൾ ഓതി തീരുവാനുള്ള സമയമുണ്ടായിരുന്നു എന്ന് സ്വഹാബിമാരുടെ ഹദീസുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവർ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബാങ്ക് കേൾക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 50 ആയത്തോതുന്നതിൻ്റെ ദൈർഘ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കാൻ ഒരു 5 മിനിറ്റ് ഉണ്ടാകുമ്പോൾ എണീറ്റ് ഭക്ഷണം കഴിക്കുന്നതല്ല ഏറ്റവും നല്ലത്. ഒരു 50 ആയത്ത് ഒരു 20 മിനിറ്റ് 25 മിനിറ്റോടുകൂടി തന്നെ നമ്മുടെ അത്താഴം കഴിച്ച് തീരുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അതേ സമയത്ത് രാത്രി 12 മണിക്ക് ഞാൻ ഉറങ്ങിയപ്പോൾ കഴിച്ചു എന്ന് പറഞ്ഞ് ആ രൂപത്തിലേക്ക് മാറാതെ, എന്നാൽ സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാത്തതിൻ്റെയും മധ്യമ നിലപാട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലേക്ക് മാറേണ്ടതുണ്ട്. ആ ബറക്കത്തെടുക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഏറ്റവും നല്ലത് ഈത്തപ്പഴമാണ്. പിന്നീട് അത് ഈത്തപ്പഴം കിട്ടുന്നില്ല എങ്കിൽ അവിടെയുള്ളത് പിന്നീട് കാരക്കയാണ്. ആ കാരക്കയും ഇല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരിത്തിരി വെള്ളം കുടിച്ചിട്ടെങ്കിലും നിങ്ങൾ ആ അത്താഴമെന്ന് പറയപ്പെടുന്ന അതിലടങ്ങിയിരിക്കുന്ന ബറക്കത്തിനെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത്രയും കണിശമായി സൂചിപ്പിച്ച ഈ അത്താഴം ഒരു മുസ്ലിം തന്നെ ഒഴിവാക്കരുത്. ഭക്ഷണത്തിൽ പോലും ബറക്കത്ത്, അതുപോലും ഇബാദത്ത്. ഒരാൾ നോമ്പ് നോൽക്കുന്നത് പട്ടിണി കിടന്നുകൊണ്ടാണ് നോമ്പ് നോൽക്കുന്നത്, അതിന് അല്ലാഹു കൂലി കൊടുക്കുന്നത് പോലെ തന്നെ അതിൻ്റെ തുടക്കത്തിൽ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാലും കൂലി. പടച്ച റബ്ബേ, ഇതെന്തൊരു മതമാണ് ഇത്! പടച്ച റബ്ബേ, നീ എത്ര അങ്ങേയറ്റ ഔദാര്യം
ഭാഗ്യവാനാണല്ലോ എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. സുബഹിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചാൽ അള്ളാഹു പ്രതിഫലം നൽകുന്നു. സുബഹി മുതൽ മഗ്രിബ് വരെ പട്ടിണി കിടന്നാൽ അതിനും പ്രതിഫലം നൽകുന്നു. അപ്പോൾ പട്ടിണി കിടക്കുക എന്നതോ ഭക്ഷണം കഴിക്കുക എന്നുള്ളതോ മാത്രമല്ല നമ്മുടെ പ്രതിഫലത്തിൻ്റെ മാനദണ്ഡം. നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെയും നിയ്യത്താണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഇത്തിബാ ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തൗഫീക്ക് നൽകി നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.